അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം തുടങ്ങി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് കേട്ടോ. അതായത് രാവിലെ എണിച്ചപ്പോൾ തൊട്ട് എണിച്ചപ്പോഴല്ല, തലേ ദിവസം വന്നപ്പോൾ തൊട്ട് ഉണ്ണിമോളും കുഞ്ഞാവയ്ക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാതൊരു തൊഴിൽ ഉണ്ടായിരുന്നില്ല. അവിടെ ടൈമിംഗ് ഉണ്ട്. ഞങ്ങൾ അന്ന് വൈകുന്നേരമായി എത്തുമ്പോൾ അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ടൈമിൽ ഇറങ്ങാൻ പറ്റില്ല, ഇനി രാവിലെ ഇറങ്ങാമെന്ന്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അച്ചുട്ടിയും ഞങ്ങളൊന്നും ഇറങ്ങിയില്ല. കാരണം ഇവിടെ ഫുഡ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂം എടുക്കുമ്പോൾ ഒരു കോംപ്ലിമെൻ്റ് ഓഫറാണ്. അപ്പോൾ ഉപ്മാവ്, അതുപോലെ മുട്ട കുത്തിപ്പൊരിയില്ലേ അത്, പിന്നെ ബ്രെഡ്, അങ്ങനെയുള്ള ഫുഡാണ് കേട്ടോ. അതെല്ലാം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് നമുക്ക് കഴിക്കാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂള്. അത് നമുക്ക് അൺലിമിറ്റഡ് ആണ്, എത്ര മണി ശരിക്കും കഴിക്കാം. നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഭഗവാനെ ഇറങ്ങണ്ടായിരുന്നു എന്നായി. എന്താ പറയാ, ഐസും കട്ടെടുത്തിട്ട് വെള്ളത്തിൽ ഇറങ്ങിയ ഫീലായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. രാവിലെ ആ ടൈമിൽ എണിച്ചിട്ട് കേട്ടോ, ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അപ്പം തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ ഉണ്ണിമോളും കുഞ്ഞാവും ഭയങ്കരമായിട്ട് ആർമാദിക്കലായിരുന്നു. പക്ഷെ അച്ഛനും പെട്ടൊരവസ്ഥയിലായിരുന്നു. സത്യം ഇറങ്ങണത് ഇറങ്ങുകയും ചെയ്തു. എനിക്ക് കയറി വരെ ഏട്ടാ സമ്മതിക്കണില്ല, അവിടെ നിൽക്കുക പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഏട്ടനോട് പറഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി ഞങ്ങൾ. ഉണ്ണിമോളൻ്റെ ഒരു വെറൈറ്റി രൂപത്തിലാക്കാൻ പോകട്ടെ ഞാൻ. ഇന്നലെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലിരിക്കുമ്പോഴേ ഇവിടുത്തെ എല്ലാ കുഞ്ഞു പിള്ളേരെ തലയിലും കണ്ടുട്ടോ അതുപോലെ കളറ് കെട്ടിയിട്ട് ഒരു വെറൈറ്റി സാധനമാണ്. ഉണ്ണിമോളെ കണ്ടായിരുന്നു ഞെട്ടരുത്. അപ്പൊ രാത്രിയിലാണ് ഞങ്ങളിത് കണ്ടത്. അപ്പൊ ഞാൻ രാത്രിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇന്ന് ഞങ്ങള് രാവിലെ ഇറങ്ങാൻ പോവാ. അപ്പൊ ഞാൻ എൻ്റെ വകയായിട്ട് കുറച്ചും കൂടി ഇതുപോലെ പിന്നിട്ടാണ് മുടിക്കിട്ടതൊക്കെ ബാക്കിയൊക്കെ കൊറേ നേരമായി അച്ചു വർക്ക് തുടങ്ങിയിട്ട്. ഇനിയും തോന്നൻ വേണമായിരുന്നു. ഇപ്പൊ ഞങ്ങക്ക് ടൈമില്ല. ഞങ്ങളുടെ വണ്ടിക്കാരൻ വന്ന് വെയിറ്റ് ഉണ്ടാവും. ഞങ്ങളുടെ ഗോവയിലെ 2ാമത്തെ ദിവസമാണ്. യൂണിഫോമിലാണ് കേട്ടോ. എല്ലാവരും ഗോവൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങളപ്പോൾ ഇന്നത്തെ ടൂർ കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചർച്ചിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. ഗംഭീര എത്രയോണ്ട് വർഷത്തെ പഴക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓർമ്മ കിട്ടണില്ല. അവിടെ ആ പുണ്യാളൻ്റെ രൂപം ഇപ്പോഴും, രൂപമല്ല ശരീരം ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ശരിക്കും ഹൈറ്റിൽ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാ പുരാവസ്തു എന്നൊക്കെ പറയാം. അതെ അതെ, ഏപ്രിലില് അവിടുത്തെ സീസൺ ടൈമാണ്. അപ്പോൾ ഇത് ശരിക്കും ശരീരമാണ്. അത് ഇത്രയും ഹൈറ്റിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഓരോ മാസവും അതിന്റെ ഹൈറ്റ് താഴേക്ക് പയ്യെ കൊണ്ടുവരും. പറയണ കിട്ടും ഞങ്ങള്, മൊത്തം സത്യമായ അവസ്ഥയാണെന്ന് അറിയില്ല. പക്ഷെ കാണാൻ എന്തായാലും ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ പറയാല്ലേ. മൊത്തം ചെങ്കല്ലിലാണ് ചെയ്തിരിക്കണത്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ പോന്നിരിക്കുന്നത് ഒരു ഫാമായിരുന്നു. ഫാം എന്ന് പറഞ്ഞാൽ എത്രയോ ഏക്കർ കണക്കിന് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത പല സാധനങ്ങളും. ചെല്ലണ ടൈമിൽ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ചെന്ന വഴിക്ക് ഇങ്ങനെ തലയിൽ പൂവൊക്കെ ഇട്ടിട്ട് അവർ സ്വീകരിക്കും. അങ്ങനെ ഫസ്റ്റ് കയറിയ വഴിക്ക് തന്നെ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അത് ആൾക്കാരെ കൊണ്ടുപോകുന്ന വഴിയാണ്. അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാവാം സ്റ്റാർട്ടിങ് എന്ന് വിചാരിച്ചു. അവിടെയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പാസ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണം ഫ്രീ ആണ്, അൺലിമിറ്റഡ് ആണ്. ഞങ്ങൾ ഈ അൺലിമിറ്റഡ് ഭക്ഷണം കിട്ടുന്നിടത്ത് മാത്രമാണ് ഞങ്ങൾ അധികം കയറാറുള്ളത്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫുഡ് കിട്ടണം, നല്ല നമ്മുടെ റൈസ് കിട്ടണം നല്ലതുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് നല്ല ചോറ് നമ്മുടെ സാധാ ചോറൊന്നല്ല, ചോറ് അതേപോലെ സാമ്പാർ അങ്ങനെയുള്ള എല്ലാം എന്ന് പറയാല്ലേ, പച്ചരി അതുപോലെ തന്നെ പൊന്നിയരി എന്നൊക്കെ പറയുന്ന അരിയാണ്. പിന്നെ സാമ്പാർ, അതുപോലെ മീൻകറി, ചിക്കൻ കറി, മീൻ വറുത്തതിനൊരു സ്പെഷ്യലും കൂടി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലെ മസാല ഫ്രൈ അല്ല, റവ ഫ്രൈ ആണ്. റവയിൽ മുക്കി പൊരിച്ചത്. ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് അവിടുത്തെ ഫെനി ഉണ്ടാക്കണത്, അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ വാറ്റണത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അവര്. കശുമാങ്ങ ഇട്ട് ചാറെടുത്ത് വാറ്റണം. നമ്മുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കേസാണ് ശരിക്കും. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ ഫെനി എല്ലാവർക്കും ഓരോ ചെറിയ ഗ്ലാസ് ഫെനി. അപ്പോൾ ഇവിടെ കുഞ്ഞമ്മയും സുഭാഷൊക്കെ അതിൻ്റെ ഷോ വെറുതെ ഓരോ ഷോ കാണിച്ചു നിന്നു. അങ്ങനെ ചെറിയ ക്ലാസ് കേട്ടോ, കുഞ്ഞ ക്ലാസ്. അത് അവരെല്ലാവരും ഒരേ ക്ലാസ് എല്ലാവർക്കും ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ മറ്റേ ഇവിടെ ജയറാമിന്റെ സിനിമയിൽ പറയുന്ന പോലെ ലേശം വെള്ളം ചേർക്കാന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
അവിടെ നിന്ന് ഇറങ്ങല്ല, സ്പൈസസ് ഫാം കണ്ട് കൊണ്ടുപോകണം. അവിടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ കശുമാവ്, കവുങ്ങ്, തെങ്ങ്. അല്ല, അതില് വെറൈറ്റി കുറച്ചുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴേ പറഞ്ഞിരുന്നു ഇവരോട് ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ നമ്മൾ കാണാത്ത പല ചെടികൾ കേട്ടോ, കറകപ്പട്ട അങ്ങനെയുള്ള വെറൈറ്റി കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വീണ്ടും അങ്ങനെ അടുത്ത ബീച്ചിലേക്ക് പോന്നു. ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞാവയ്ക്ക് റൈഡിൽ കയറണം എന്ന് പറഞ്ഞിട്ട് നേരെ അവൻ കടലിൽ കൂടെ ഒരു യാത്ര. ഇതിനെന്തോ ഒരു പേര് പറയും, പേരൊന്നും നിങ്ങൾ ചോദിക്കരുത്. സ്കൂട്ടർ പോലത്തെ ഒരു സാധനത്തിൽ കടലിക്കട പിടിച്ച് പോവുക. അപ്പോൾ അത് കുഞ്ഞാവയ്ക്ക് ഉണ്ണിമോൾക്ക് നല്ല ക്രൈസ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. ഞാനൊരു ഇത് എല്ലാത്തിലും കയറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അച്ചുവിന് എല്ലാത്തിലും കയറാൻ പേടിയാണ്. എന്നോട് പോയിക്കോ പറഞ്ഞു. ആ ഓടിച്ചോണ്ട് പോണ ആളെ എന്നെ വെച്ച് ഞാൻ പറഞ്ഞു, ഈശ്വര ഞാൻ അതിന്റെ ഉള്ളിൽ മുങ്ങിപ്പോയി, ഇവരൊക്കെ പുറത്ത്, ഇവരും കൂടെ കൂടെ ഉണ്ടെങ്കിൽ സമാധാനം ഇവരും കൂടെ ഉണ്ടെന്ന് വിചാരിക്കാൻ. അതുപോലെ അവിടെ കടലിന്റെ ഏകദേശം ഒരു നടുക്കിലേക്ക് കൊണ്ടുപോയിട്ട് പേരച്ചൂട്ടില് പൊക്ക് അങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്കൊരു. എനിക്ക് അവിടെ ചെന്ന് അത് കണ്ടപ്പോ നല്ല ഇഷ്ടം തോന്നി. എനിക്ക് അതിൽ കയറണം എന്നായിരുന്നു കേട്ടോ. പക്ഷെ കടലിന്റെ അടുത്തേക്ക് വന്നപ്പോ നല്ല പേടിയായി. വേണ്ട, എന്തിനാ. കുഞ്ഞാവി ഉണ്ണിമോളും കയറി. പക്ഷെ ഉണ്ണിമോള് കയറുമ്പോഴേക്കും നമ്മുടെ ഫോണിന്റെ MB തീർന്നിട്ട് അതിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ആദ്യത്തെ പരിപാടി പച്ച കുത്താന്നായിരുന്നു. കാരണം ഇവിടെ നിന്ന് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചൂട്ടി ഗോവയ്ക്ക് വന്നതേ പച്ച കുത്താൻ വേണ്ടിയിട്ടാണ്. അത് ചെറിയ വേദന ഉണ്ടാവുള്ളൂ പറഞ്ഞു. അച്ചൂട്ടി ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ഒരു വട്ടം നമ്മള് ശോഭ സിറ്റിയിലല്ലേ സിറ്റി സെന്ററിൽ പോയിട്ട് ഒരുപാട് പച്ച കുത്തി ഉണ്ടായിരുന്നു. അത് ഒരു ഭയങ്കരമായിട്ട് സ്ലോവിൽ പതുക്കെ ക്ലിയർ ആയിട്ടൊക്കെ കുത്തി കൊടുത്തിരുന്നു. അപ്പൊ ഒരു വേദനയില്ലേ പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മേനെ കുത്തനെ കണ്ടപ്പോ അച്ഛന്റെ കിളി പോയി ഭയങ്കര എന്ത് കുഞ്ഞുമായി കാണാൻ എന്റെ കൈമൂത്തിരിക്ക് വേദനിച്ചിട്ട് വേദന എന്നെ കൈമ കുത്തായിരുന്നപ്പോ എന്റെ ഭഗവാനെ വേദനിച്ചിട്ട് പകുതിക്കില് നിർത്തിപ്പോന്നുണ്ട്. അതായത് അച്ചുട്ടി സിമ്പിൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അച്ചുട്ടിയുടെ മുഖവും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ മുന്നേ ഇത് പറഞ്ഞപ്പോൾ ഈ ചെറിയ വേദനയുള്ള എന്നിട്ടാണ് നിങ്ങൾ വേലക്കുണ്ട് ഇതൊക്കെ പറഞ്ഞത് വിചാരിച്ച്. പക്ഷെ ഇവരെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് ചെയ്യണേ. കാരണം അവിടെ ആളുകൾ ഇങ്ങനെ വരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്റ്റാർട്ടിങ് നമ്മളോട് പറയാം 5000 10,000 ഒക്കെയാണ് പറയാൻ. നമ്മൾ പിന്നെ അത് അവരോട് പിശുക്കി ഒരു 1000 രൂപയ്ക്കാണ് അവസാനം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ദേഷ്യോടെ അവർ അച്ചുട്ടറെ കയ്യുമ്പോൾ തീർത്തു. അച്ചു നമുക്കൊക്കെ കണ്ടിട്ടില്ല, ഞാൻ ചിരിച്ച് വയ്യത്. അച്ചു പകുതി ആകുമ്പോൾ നിർത്തിയിട്ട് പോന്നാലോ എന്ന് വരെ അത്രയ്ക്ക് വേദനയായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരു മനസാക്ഷി ഉണ്ടായിരുന്നില്ല. ശരിക്കും കൈ കുത്തി പൊളിക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതോടെ അച്ചുട്ടില് പച്ച കുത്താന്നുള്ള പരിപാടിയിൽ പറയില്ല വെച്ചു. ഇതിൽ വേറൊരു കാര്യം ഉണ്ട്, എനിക്ക് 2-3 പച്ച കുത്തലതൊക്കെ വേണ്ട പോലെ. മനസ്സിലായി ഞാൻ എന്തായാലും സമ്മതിക്കില്ലെന്ന്. അപ്പൊ എന്നോടുണ്ട് അച്ചു കഴുത്തിൽ കുത്തണ്ട, അച്ചു കയ്യുമ്മ കുത്തണ്ട, കാലുമ്മ കുത്തണ്ട. ഒരു 3-4 ഉള്ളെങ്കിലും മറ്റേ ഒരു 2-3 ഉള്ളെങ്കിലും ഞാൻ താങ്ങുന്ന് പറഞ്ഞിട്ട് വല്ല ആളാണ്. പക്ഷെ ഒരൊറ്റ ഒരെണ്ണം കുത്തി കഴിയുമ്പോഴേക്ക് ഇല്ല കേട്ടോ അതിൽ കുഴപ്പമില്ല, ഇനി നമുക്ക് പിന്നെ കുത്താന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ നൈസായിട്ട് ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വൈകുന്നേരം അല്ലേ. സംഭവം എന്തായാലും കുറച്ച് വേദന സഹിച്ചാലും ആളുടെ ഇഷ്ടത്തിനുള്ള ഒരു ചിത്രം കിട്ടി. അവൾക്ക് മെയിനായിട്ട് അവളൊരു ആഗ്രഹമായിരുന്നു, കുറേ കാലമായിട്ട് പറയണതാണ് ഒരു ഓടക്കുഴലും മൈപ്പിയിലേക്ക് ആയിട്ടുള്ള ഒരു ഇതടിക്കണം എന്ന്. അപ്പം എന്തായാലും അവളുടെ ഇഷ്ടത്തിന് തന്നെ ഭംഗിയിൽ ഒരെണ്ണം കിട്ടി. ഏട്ടന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പിയും കിട്ടി. അതുകൊണ്ട് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറെ കരഞ്ഞ് സങ്കടപ്പെട്ടാലും ചിത്രം അവസാനം കാണുമ്പോൾ ആള് ഹാപ്പി ആയി. ഞാൻ ഇനിയും പച്ച കുത്തും, ഇപ്പുറത്തെ കയ്യിലും കൂടി കുത്തണം ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. നീ ഗോവന്ന് എന്തായാലും പച്ച കുത്തില്ല എന്ന് വെച്ചിട്ട് ഗോവന്ന് പച്ച കുത്തില്ല എന്താ വെച്ചാൽ 12 മണിയാണ്ട അതിന്റെ ഒരു ഫീലും ഇല്ല. നമ്മുടെ അവിടെ ഒരു 4 മണി 5 മണി ആ സമയം പോലെ ഉണ്ടാകും. എന്ത് തിരക്ക് വെച്ചിട്ട് ഇപ്പോഴും കടകളിലൊക്കെ ഭയങ്കര തിരക്ക്, എല്ലാ കടകളും തുറന്നിരിക്കുക. അറ്റം വരെ ഫുള്ള് കടകളാണ് അവിടെ. അതുപോലെ നിറയെ ആളുകളാണ്. നമ്മുടെ അവിടെ നോട്ടുകാരൊക്കെ 9:30 10 മണിയൊക്കെ അടച്ച് എല്ലാം അടച്ച്. ഗോവൻ നൈറ്റ്.